ബാലി ട്രിപ്പ് കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തി എവിടെയത് വീടാമോ? വീട്ടില്. ചേട്ടാ കണ്ടായിരുന്നോ? പടം കണ്ടായിരുന്നോ? ഞാൻ പടം കണ്ടു. ഇന്നലെ രാത്രി പോയി കണ്ടു. വന്ന പാടെ തന്നെ ഫസ്റ്റ് ആദ്യം പോയി കണ്ടത്. എനിക്ക് പടം കണ്ടിട്ട് പുള്ളി 4 മിനിറ്റിന് ഒരു വോയിസ് നോട്ട് അയച്ചു തന്നു. 4 മിനിറ്റ് ഡീറ്റെയിൽ റിവ്യൂ. വേറെ ആർക്കും നമ്മളീ സംസാരിക്കുന്നത് നാട്ടുകാർക്കൊക്കെ കാണാൻ പറ്റൂലേ? അത് കുഴപ്പമില്ല, കാണട്ടെ. ഞാൻ നമ്മളേതാണ്ട് വീഡിയോ കോൾ ചെയ്ത പോലത്തെ ഒരു മൂഡിലിരിക്കുക. അത് മതി. മറ്റേ ഗണേഷ് ഇല്ലേ, ഗണേഷ് 17 മിനിറ്റിന്റെ വോയിസ് നോട്ട് പടം കണ്ടു. 17 മിനിറ്റ് ഡീറ്റെയിൽ. ഞാൻ പുള്ളി കേട്ടില്ല, 1 മിനിറ്റിൽ നിർത്തി. ബാക്കി ഞാൻ അവനെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത്, വെറുതെ വോയിസ് നോട്ട് കേട്ട്. വിനീതേട്ടനില്ലേ? ഇല്ല, ഞാൻ വിനീതേട്ടൻ ആഡ് ആവുമ്പോ പറയാം. പറ്റൂ, ഇനി ആഡ് ചെയ്യാൻ നോക്കിയേ. 4 പേരൊക്കെ പറ്റും. 4 പേരുടെ ലിമിറ്റ് ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? എനിക്കല്ല ചോദിക്കാൻ. ഐഡിയ ഏതായിരുന്നു? വിനീത് 84 അല്ലേ? അതല്ലേ? 4 പേരുടെ ലിമിറ്റ് ഉണ്ടോ? എന്നാ വിടാം. ഞാൻ അങ്ങനെ പോലെ നീ പോയി പിന്നെ ഞാൻ നിൽക്കുന്നിടത്തല്ലേ വിനീതേട്ടൻ വരുന്ന. എന്താ ഇത് ചേട്ടന് ബേസിലേട്ടന് പരിചയം ഉണ്ടാവല്ലോ ഇതിന്റെ ലൈവിന്റെ പരിപാടി അല്ലേ? എന്റെ ആദ്യത്തെ ഇല്ല, ഞാൻ അങ്ങനെ ലൈവ് പോവാറില്ല. ഞാൻ ബാക്കി ഇന്റർവ്യൂ എല്ലാവരുടെയും സംസാരത്തിൽ ഒരു പിടുത്തം എന്ന് വെച്ച് പിടിക്കണ്ട, കുഴപ്പമില്ല. പെട്ടെന്ന് വന്നിട്ട് ഇതിപ്പോ വാട്സാപ്പ് വീഡിയോ കോളോ ആണോ ആ മൂഡ് പെട്ടെന്നാണ് നോക്കുമ്പോ അടിയിൽ കമന്റ്സ്, ലൈക്ക് 9,000 കമന്റ്സ് ഒന്നും എനിക്ക് കാണുന്നില്ല കേട്ടോ. ആക്ച്വലി കമന്റ്സ് ആദ്യം കണ്ട 2-3 കമന്റ്സ് ഉള്ളൂ, ബാക്കിയൊന്നും എനിക്ക് കാണുന്നില്ല. ഇതിപ്പോ എന്താ അത് റിഫ്ലക്ട് ചെയ്യാത്തതാണോ? അതോ എന്റെ ഇവിടുത്തെ നൈലൊക്കെ വേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് വരുന്നില്ല. എനിക്കും കാണുന്നില്ല. അപ്പം സാറിന് മാത്രമേ കാണുന്നുള്ളൂ. ഏയ് അതെന്താ അങ്ങനെ? നീയല്ലേ ഇത് തുടങ്ങിയത്, നിനക്കേ വരുന്നുണ്ടാവുള്ളൂ. എന്നോട് തുടങ്ങാൻ പറഞ്ഞിട്ടാ. എന്റെ കയ്യിലൊക്കെ ഇതൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കോ? എടാ, നീയല്ലേ വിനീത് മാധവൻ, അപ്പൊ നീയല്ലേ ചെയ്യേണ്ടത്. സെറ്റിംഗ്സിൽ എന്തോ ഒരു സാധനം ഓഫാക്കി വെച്ചിരിക്കുക, അതുകൊണ്ടാണ് നമുക്കൊന്നും വരാത്ത. നീ ആഡ് അറിയാവുന്ന എല്ലാവർക്കും കൊടുത്തരുത്. ഇപ്പൊ എനിക്കൊരു കമന്റ് കാണാനില്ല. നമ്മള് 4 പേര് സംസാരിക്കുന്നത് മാത്രമേ അറിയുന്നത്. ഇതൊക്കെ തിരുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലുമൊക്കെ പിടിച്ച് ഞെക്കിയിട്ട് ലൈവ് മൊത്തത്തിൽ നിൽക്കും. കട്ടായി പോകും ചിലപ്പോ. കമന്റ് ഒന്നും ഇല്ലാതെ ആൾക്കാരൊക്കെ ഉള്ളതെന്ന് അറിയാതെ ഇതൊരു ലൈവാന്നൊരു തോന്നുന്നില്ല. നമ്മൾ വീഡിയോ കോളിൽ സംസാരിക്കുന്നത്. അതെ, കമന്റ്സ് ഒന്നും കാണുന്നില്ല. ഒരു ലൈവിന്റെ വൈബില്ല. അല്ല, അത് നല്ലതാ കമന്റ്സ് ഇല്ലാത്തത്. കമന്റ്സ് ഉണ്ടപ്പോഴല്ലേ ഇത് ആണല്ലേ? അപ്പൊ കമന്റ്സ് ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ. ഷെൽവിനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഷെൽവിനൊക്കെ കണ്ടോ? അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോ ഹായ് പറയാനും എന്നൊക്കെ പറയണ പോലെ ഒരു രസം ഉണ്ടാവണമെങ്കിൽ അത് അപ്പൊ അതെങ്ങനെയാ ഇവിടെ കാണുന്നില്ല. എപ്പോ ഇല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സാപ്പിൽ വിളിക്കാം. എന്നോട് പറയരുത് ഓരോന്ന് ചെയ്യാൻ. എനിക്ക് ഇത് തന്നെ ഇത്രയും പേര് ഒപ്പിച്ച പാട് എനിക്ക് തന്നെ അറിയാം. 4 പേരെ കൂട്ടി പെട്ട പാട്. അല്ല, വിനീതേട്ടൻ വാച്ചിങ് അവിടെ നൈസായിട്ട് കണ്ടോണ്ടിരിക്കുക. പുള്ളിനെ ആഡ് ഞാൻ എക്സിറ്റ് ചെയ്യാം. പുള്ളി നൈസായിട്ട് കണ്ടോണ്ടിരിക്കുക. കേറാൻ അറിയാതെ നോക്കിയിരിക്കുകയായിരിക്കും. ഇതിൽ ഏത് സ്വിച്ചാ ചെക്കേണ്ടത് നോക്കിയിരിക്കുകയായിരിക്കും. ഞാൻ എക്സിറ്റ് ആവട്ടെ. ഹായ് കൊടുത്തിട്ടുണ്ട്, ഹായ് അയച്ചിട്ടുണ്ട്. ഹാരിസ് ബഷീർ ആണല്ലേ? ഹാരിസ് ബഷീർ സേസ് ഹായ്. അങ്ങനെ കമന്റ് ഒക്കെ ഇട്ടോ? ശരിക്കും വിനീതേട്ടന് ഇട്ടിട്ടുണ്ട്. അല്ല, സാറിനെ ആഡ് ചെയ്യൂ, വിനീത് സാറിനെ ആഡ് ചെയ്യൂ. ഞാൻ എക്സിറ്റ് ആവാം. 4 പേരല്ലേ പറ്റുള്ളൂ. ഞാൻ എക്സിറ്റ് ആവാം. ഓക്കെ, ശരി. സീ യു, ഹാവ് ഫൺ. പോരുത് ലീവ്. ഓക്കെ, മനസ്സിലായി. സാധാരണ ലൈവൊക്കെ ഒരു 10 മിനിറ്റ് ഒക്കെ വരാറുള്ളൂ. ഇത് ഇപ്പൊ തന്നെ ഒരു ഇതിപ്പോ അരമണിക്കൂറായത്. ഇത് എത്ര നേരം തുടങ്ങിയിട്ട്? ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. 20-22 എത്ര നേരം സംസാരിച്ചോണ്ട്? ഇൻട്രോഡക്ഷൻ ജോയിൻ ചെയ്യാൻ തട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കാൻ തോന്നേട്ടാ. കണ്ടോ മൊത്തത്തില് തിരക്കിട്ട് കാണിക്കാൻ വേണ്ടിട്ടാ.
Okay, guys, I am always busy. I am always on the move. യെസ് Yeah. യെസ് ഹാരിസ് ഹാരിസ് ബഷീർ. സോറി, ഞാൻ കുളിക്കായിരുന്നു. അതറിഞ്ഞു, ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല നിങ്ങൾ വിളിക്കുന്ന സമയത്ത്. ലൈവിൽ വന്ന മലയാളികൾ മൊത്തം അറിഞ്ഞു വിനീതേട്ടൻ ഈ സമയത്ത് കുളിക്കായിരുന്നു. എന്നാ പിന്നെ കുഴപ്പമില്ല, ഞാൻ തല പുറത്തിക്കോട്ടെ. ലൈവിനൊക്കെ വരുന്നതിന് മുമ്പ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാന്ന് വിചാരിച്ചതാ. മേക്കപ്പ് ഒക്കെ ഇട്ട്. മേക്കപ്പ് ഒന്നും ഇല്ലടാ, ആർക്കും മേക്കപ്പ്. പുതിയൊരു അപ്ഡേറ്റ്. സാധാരണ വിനീത് ശ്രീനിവാസൻ കുളിക്കുന്നത് 7-നും 7:30-ക്കും ഇടയ്ക്കാണ്. അതെ അതെ അതെ. വീഡിയോ പുതിയൊരു കോള് ലൈഫ് കൂടുതലാ അപ്ഡേറ്റ്. ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിനീതേട്ടൻ അല്ല, ഇപ്പോഴാണ് പടം ഒരു കണ്ടോ? കാര്യഗൗരവമുള്ള ഒരാൾ വന്ന് ഇപ്പോഴാണ് ശ്ശേ. ചേട്ടാ പ്ലീസ്. ആ അല്ല, പടം തിയേറ്ററിൽ കണ്ടോ? വിനീതേട്ടൻ സംസാരിക്കും. പിന്നെ ഞാൻ ഇന്നാ കണ്ടത്. ആണോ? ഒന്ന് അതായത് കണ്ടേ ഉള്ളൂ. റിലീസിന് എന്നാ മുമ്പ് ശരി. കണ്ട മറ്റേ വേർഷൻ അല്ലാണ്ട് തിയേറ്ററിൽ നിന്നാ കാണുന്നത്. കണ്ടത്. ഫ്രഷ് Yes. ഫ്രഷ് ഔട്ട് ഓഫ് ദ തിയേറ്റേഴ്സ്. അതെ അതെ, ഇന്ന് രാവിലെ പോയിട്ട് കണ്ടു. എനിക്ക് എവിടെ? നിങ്ങളോട് നിങ്ങൾ എല്ലാവരോടും ചെന്നൈയിലാ? നിങ്ങളെല്ലാവരും ഭയങ്കര ഗംഭീരമായിരുന്നു കേട്ടോ സിനിമയില്. എനിക്ക് അത് താങ്ക് യു താങ്ക് യു. എല്ലാവരോടും. എന്താണ് ഒരു വിഷമം പോലെ? അത് അതെന്താ നിങ്ങൾ ഭയങ്കര ഗംഭീരമായിരുന്നു. അല്ല, ന- ഇല്ല, നസ്ലിന്റെ ഞാൻ നസ്ലിൻ ഞാൻ അടിപൊളി. ഒന്ന് കണ്ട ഉടനെ ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ലേ. ഓ ഓ ഓ ഞാൻ ഓ അബിയുടെ ഫ്ലാറ്റിൽ നിന്ന് കണ്ട ഉടനെ ഞാൻ നസ്ലിന്റെ മെസ്സേജ് സിനിമ അയച്ചിട്ടുണ്ട്. നസ്ലിന്റെ റിലീസ് ആവുന്നതിന് മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. അതെ വിനീതേട്ടൻ അതെ, അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നസ്ലിന്റെ അത് ഏറ്റവും ബെസ്റ്റ് ഇതുവരെ ഏറ്റവും സോഫാർ. ബെസ്റ്റ് നോ ഡൗട്ട്. ഇത് നോ ഡൗട്ട്. കേൾക്കാനല്ലേ ഇടില്ല. ഞങ്ങള് അടിപൊളിയാന്ന് പറഞ്ഞേ. അല്ല, ഇത് ലൈവിന് മുമ്പേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ പോയിന്റിൽ ഞാൻ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് തിരിച്ച് തന്നോളാം. കോടല്ല കോഡ്. എനിക്ക് പക്ഷെ നസ്ലിന്റെ മറ്റേ ഇത് കൂടാണ്ട് സൂപ്പർ ശരണ്യ ഭയങ്കര ഇഷ്ടാട്ടോ. മറ്റേ എനിക്ക് പെൻഷൻ കൊടുക്കാൻ സമയമായി പറയുന്നത്. താങ്ക് യു. അയ്യോ. ഇല്ല, പക്ഷെ ഇതപ്പോ ഇതിലൊരു പടം മൊത്തം ക്യാരി ചെയ്യുന്നത് വേറെ പരിപാടിയാണല്ലോ. അതെ അതെ അതെ. നസ്ലിനില്ലാത്ത സീനുണ്ടോ ഈ പടത്തില്? ആദ്യത്തെ 5 മിനിറ്റോ അങ്ങനെ എന്തോ ഉള്ളൂ. ആദ്യത്തെ ആ ചൈൽഡ്ഹുഡ് അത് പക്ഷെ അതും അതും കുട്ടിക്കാലം ഉണ്ടല്ലോ. ഫ്ലാഷ് ബാക്ക് കുട്ടിക്കാലം ഉണ്ടല്ലോ. മാത്രം. അതെ കുട്ടിക്കാലം അത് നമുക്ക് വേറെ ആളാന്ന് പറയാൻ പറ്റില്ല. ബാക്കി ഞാൻ അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് അതും സിനിമയിൽ ഇല്ലാത്ത എന്തോ ഏതെങ്കിലും 2 സീനുണ്ട്? ചെയ്യാനുള്ള ശ്രമം രണ്ട് അതെ. നടത്തിയായിരുന്നു. 2 ദിവസം എന്തോ ഉള്ളൂ എനിക്ക് ബ്രേക്ക് കിട്ടിയേക്കുന്നത് ഈ പടത്തില്. ഹോട്ടലല്ലോ. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഞാനും അഭിചേട്ടനും എല്ലാ ദിവസവും എനിക്ക് അല്ല ബേസിയുടെ എന്റെ ക്യാരക്ടറിനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്, പക്ഷെ പറഞ്ഞ സ്പോയിലർ ആവും, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. എന്റെ അടുത്ത് ഇല്ല അത് അവൻ പറഞ്ഞോളൂ അഭിനവ് പറഞ്ഞിട്ടില്ല. പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അല്ലല്ല, അഭിചേട്ടൻ. ആക്ച്വലി മറ്റേത് പക്ഷെ ഇത്തിരി ഏതാ രണ്ടുപേരുടെ എന്ത് പറഞ്ഞ തൊട്ടാലും വൻ സ്പോയിലർ ആണെന്നുള്ളത്. അതെ ആ അതെ. എന്റെ പക്ഷെ സ്പോയിലറിന്റെ കാര്യം ഞാൻ തിയേറ്ററിനാ മനസ്സിലാവും. ആണോ? ഞാൻ ചതിയാ അങ്ങനെ. ആ അതെ. അഭിനവിന് അല്ല, അഭിനവിന് ഒരു 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 നമ്മളടുത്ത് ദിവസം ഒന്നും പറയില്ല. അല്ല ബേസി, ഒരു ദിവസം അതായത് മാതാ തിയേറ്ററിന്റെ വെളിയില് കാരവാനില് ഞാൻ, പ്രശാന്ത് ഏട്ടൻ, അൽത്താഫ്, ഞങ്ങൾ എല്ലാരും ഇരിക്കുക. അപ്പൊ പ്രശാന്ത് ഏട്ടൻ പ്രശാന്ത് ഏട്ടന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് പറഞ്ഞു, അൽത്താഫിന്റെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു, ഞാൻ എന്റെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു. ഞങ്ങൾ കഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആർക്കും അറിയില്ല. ആരുമില്ല. ഡിസ്കഷൻ ചെയ്ത് ഓ ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും അതെ. എന്നുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റിയെങ്കിലും അറിയാം, എനിക്ക് അതും അറിയില്ലായിരുന്നു. അതുപോലെ നസ്ലിന്, സത്യം. അതായത് ബേസി ഷൂട്ടിന് വന്ന ദിവസം അബി ബേസിയുടെ അടുത്ത് ഷൂട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കാം, നീ ഈ സിനിമയിൽ അഭിനയിച്ച കാര്യം ആരോടും പറയരുതെന്ന്. എവിടുന്നറിയാം? ഒരു തിയേറ്ററിന്റെ അകത്ത് ഫുൾ ജൂനിയർ ആർട്ടിസ്റ്റ്. 800 ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആരും അറിയില്ല. ആരും അറിയില്ല. അറിയില്ല മല്ലയ്യ. ഞാൻ പേടിച്ചിട്ട് ആരോടും പറഞ്ഞതുമില്ല. ആളല്ലേ? ഇവനായതുകൊണ്ട് പറയാൻ പറ്റില്ല, മറ്റേ എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, അഭിനവായതുകൊണ്ട്. ഞാൻ ഇനി പറഞ്ഞു ആരെങ്കിലും ഒക്കെ അറിഞ്ഞു വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അവൻ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നത്, അവനായതുകൊണ്ട് പറയാൻ പറ്റില്ല. സിനിമയുടെ കാര്യത്തിൽ അവന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതെ അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പേടിയാ. എനിക്ക് പേടിയാ. എനിക്ക് നല്ല പേടി.
എനിക്ക് പേടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല പേടിയാ. എനിക്ക് ഗോത എഡിറ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പറയും. അന്ന് മുതലേ ആ സീൻ കട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ തോക്കെടുത്ത് ഇവിടെ വെക്കും. കട്ട് ചെയ്താ എന്താ കുഴപ്പം? കട്ട് കട്ട് അതെ. അങ്ങനെ. എല്ലാരും അതാണ് എവിടെയല്ല കൊച്ചിയിലല്ല? ഞാൻ ഞാൻ കൊച്ചി. കൊച്ചി. ഞാനും സംഗീതം കൊച്ചിയില്, ഇത് ബേസിലെട്ടിനും കൊച്ചിയിലുണ്ടോ? ഞാൻ കൊച്ചി. അബി വിനീതേട്ടൻ ദുബായിലാന്ന് പറഞ്ഞു. ചെന്നൈയിലായിരിക്കും അല്ലേ? പിന്നെ ഞാൻ വിനീതേട്ടൻ എന്നാ ചെന്നൈയിലായിരിക്കും എത്തിയത്? അല്ലേ? ഞാൻ വീട്ടിലാണ്. ചെന്നൈ. ചെന്നൈ. ബെസൻ നഗർ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ഒരു ഔപചാരികത. നല്ല സ്ഥലം, ഇടയ്ക്ക് വാ. അറിയാം. പിന്നെ നമ്മളവിടെ ഡിന്നറൊക്കെ കഴിച്ചോ? ഇല്ല, ഡിന്നർ വന്നിട്ടുണ്ട്, ഞാൻ കഴിക്കാൻ പോവാ. കഴിയാം. അപ്പൊ എന്താ പോകുന്നു. ഫുഡ്? ഏ ഫുഡ് എന്താ? വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് പുറത്തുനിന്ന് വരുത്തിച്ചതുകൊണ്ട് ഒരുപാടുണ്ട്. അവന് ടെൻഷനായി. ഇത് വഴി നമ്മള് സബ്ജക്ട് ചെയ്ത് മാറിക്കൂട്ടി മോളിവ് ടൈംസ്. ഇല്ല അതെ അതെ. ഒരിക്കലും ഇല്ല, ഞാനൊന്നും പെട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ എന്റെ ദൗത്യം എല്ലാവരും ഒരുമിപ്പിക്കാന്നുള്ളതായിരുന്നു എന്റെ ദൗത്യം. സംഘു മോളിവുഡ് ടൈംസിന്റെ എന്താണെന്നറിയോ? മോളിവുഡ് ടൈംസിനെ പറ്റി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാല് ഇത് കഴിഞ്ഞിട്ട് അഭി വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ എന്തിനാ അതൊക്കെ പറയാൻ പോയത്, സ്പോയിലർ ആവുന്നത്. പക്ഷെ ഇന്നിപ്പോ പെർമിഷൻ തന്നു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഇന്നിപ്പോ കാരണം കുറെ പറഞ്ഞിട്ടാ ആൾക്കാർ പോയത്. കണ്ടിട്ടുണ്ട്. ആണോ? എന്തും പറയാന്ന് പറഞ്ഞോ? ഓൾറെഡി എന്തും പറയാവോ? ഇൻസ്റ്റാഗ്രാമിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ബേസിലേട്ടിന്റെ ആണെങ്കിലും വിനീതേട്ടന്റെ ആണെങ്കിലും അതെ അതെ. കട്ട്സുകളും ഇതുകളൊക്കെ. അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ കമന്റും ഇതും വരാത്തതുകൊണ്ട് ഇത് ഇൻസ്റ്റാഗ്രാം ലൈവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാ ഈ ലൈവായിട്ട് പ്രശ്നം തോന്നുന്നില്ലല്ലേ? എനിക്ക് എനിക്ക് വിനീതേട്ടനെ കാണുന്നുണ്ടോ? നീയെങ്കിലും ഇവിടെ ഇടയ്ക്ക് വായിക്കത്. അല്ല, ഒരു എനിക്കിങ്ങനെ ഹായ് പറയോ, കൊറേ ബർത്ത്ഡേ വിഷസ് പറയോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഓഹോ. അതിലൊക്കെ ഞാൻ ഹാപ്പി ഉത്സവത്തിന്റെ വിശ്വസം ഉണ്ടോ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നുമില്ല. അല്ലെ ബേസിലേട്ടനോട് വിനീതേട്ടൻ വേറെ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? സഞ്ജയ്. ഹായ് സഞ്ജയ്. അങ്ങനെ അതെ, ഒത്തിരി പേര് കേറിയിട്ടുണ്ട് ലൈവില്. ഇപ്പൊ എനിക്കിവിടെ സൈഡിൽ നിന്ന് അഡ്വൈസും ഇങ്ങനെ ഹാർട്ടും ചിരിയും തീയും പോകുന്നുണ്ട്. അത് മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. അതെനിക്കും ഇങ്ങനെ പോകുന്നുണ്ട്. അത് പോകുന്നുണ്ട്. അത് അപ്പൊ ഇങ്ങനെ നമുക്കൊക്കെ സേവ് അവന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ലൈവ്, ആക്ച്വൽ ലൈവ്. നമ്മള് വീഡിയോ കോൾ. അതെന്താ സംഭവം? അത് നീ എന്തോ ഓപ്ഷൻ, നിനക്ക് അതിന്റെ സെറ്റിംഗ് ഒന്നും അറിയാത്തോണ്ട് അത് അക്സെപ്റ്റ് തുടങ്ങിയവന്റെ കുഴപ്പമാണ്. ചുമ്മാ ഇല്ലെങ്കിൽ ആക്ച്വലി ഞാനിത് അറിയാവുന്ന ആരെങ്കിലും ഏൽപ്പിച്ചിരുന്നെങ്കിൽ വേറെ എനിക്ക് 2 കമന്റ് കാണാം. അതായത് ശ്രീകാന്ത് വെട്ടിയാരുടെ ഒരു കമന്റ് എനിക്ക് കാണാം. ഫൈസൽ അലി. എനിക്ക് MSCK ആഫ്രിക്കയിൽ വരെ എത്തി ഫിലിം എന്ന് ഒരു കമന്റ് കാണാം. ആഫ്രിക്കയിൽ എത്തിയോ സിനിമ? എന്താ ചെയ്യാ? ബാക്കി പറ. ഗ്ലോബൽ ഗ്ലോബൽ സ്റ്റാർ. പിന്നെ ഗ്ലോബൽ സ്റ്റാർ നസ്ലിൻ. നേരത്തെ വിളിച്ചിട്ട് ഞാൻ ഹായ് ലൈവിൽ തരുമോ? ആവുന്ന വെച്ചപ്പോ പറയണേ എന്താണ് അൾട്ടിമേറ്റ് സൂപ്പർ സ്റ്റാർ. എന്ത് ചുമ്മാ വെറുതെ ഇരിട്ടോ, ഇത് വീഡിയോ കോൾ അല്ല സംഗീത. പുറത്തെത്തും. ഇതൊക്കെ എല്ലാവർക്കും റെക്കോർഡൊക്കെ ചെയ്യാൻ പറ്റും. ചുമ്മാ വീഡിയോ കോളിൽ വീഡിയോ കോൾ ചെയ്യണം. വിനീതേട്ടാ, ഇവിടെ നല്ല മഴയാ കേരളത്തില്. പക്ഷെ ഏറ്റവും കൂടുതൽ കളക്ഷനും കിട്ടുന്നത് കേരളത്തിൽ നിന്നാണ്. കാണാൻ എന്തോ പറ്റി, സർപ്രൈസിങ് ആയിരുന്നു. ആ കണ്ടന്റ് മാത്രം പോയി. നല്ല കണ്ടന്റ് മിസ്സായി പോയത്. കുളി ഫുഡടി ചെന്നൈയൊക്കെ കിട്ടി. തിരിച്ചു വന്നോ ഞാൻ? വന്നു. ഇപ്പൊ കേക്കാം. പറഞ്ഞ സാധനം മിസ്സായി പോയി. എന്തോ മഴയാന്ന് മനസ്സിലായി, സർപ്രൈസ് ആണെന്ന് മനസ്സിലായി. അല്ല, ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഈ 5-ാം തീയതി ഒക്കെ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ മഴ കാരണം ചെറിയ പണി പാളുമോ എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ ഇല്ല, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ഒത്തിരി ആൾക്കാർ പടം കാണുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ സിനിമ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. സിനിമ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ സിനിമ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ആൾക്കാരാണല്ലോ. സിനിമയെ പറ്റിയിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോ ആ ഒരു ഇന്ന് ഞാൻ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ആ DTS ആ സീക്വൻസ്
നൊസ്റ്റാൾജിക് എലമെന്റ്സ് ഫസ്റ്റ് ഹാഫിലൊക്കെ ഒത്തിരി പേർക്ക് ഉണ്ട്. നൊസ്റ്റാൾജിയ ഭയങ്കരമായിട്ട് വർക്ക് സിനിമകളും ചെയ്യുന്നുണ്ട്. അല്ലെ, ആ ആകാശഗംഗയും അതെ. ബീജിഎംസും മൈ ഡിയർ അതെ ആ അതെ ഫ്രണ്ട്സ്. അതെ അതെ. അതെ. അപ്പൊ ഞാൻ അബിയുടെ ഫ്ലാറ്റിൽ നിന്ന് കാണുന്ന സമയത്ത് അതിന് സൗണ്ട് ഇല്ലല്ലോ. ആ ഇന്ന് ഇന്ന് ഫൈനൽ വിത്ത് സൗണ്ട് അത് ഫൈനൽ ഔട്ട് കാണുന്ന സമയത്ത് അത് ആയപ്പോഴേ ഭയങ്കര ഫീൽ ആയിരുന്നു. ആ ഉം. അതെ 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 അതെ. അല്ല നൊസ്റ്റാൾജിയ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അഭിനവിനെ തന്നെ കാണാൻ പറ്റി കുറെ സ്ഥലത്ത്. ഞാൻ 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 അഭിനയവിനെ കണ്ടുള്ളൂ. അതെ. ഇവനെ ഞാൻ എവിടെയോ അങ്ങനെ സിനിമ മൊത്തം. ഇത് ഞാൻ എവിടെയോ, ഇത് ഞാൻ ഞാൻ അതായത് എവിടെയോ. എന്റെ കൂടെ അറിയാതായി ദിവ്യ ഉണ്ടായിരുന്നു. പോയതാട്ടോ, അല്ലാതെ അങ്ങനെ ബേസി എന്റെ കൂടെ ദിവ്യ ഉണ്ടായിരുന്നു. ബേസി ആ അതായത് ദിവ്യ ഓരോ 2 മിനിറ്റ് കഴിയുമ്പോഴും അബി അബി അബിയല്ലേ ഇത്? ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ഇനി 2 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ ചോദിക്കണ്ട, ഇത് അഭിനയല്ലേ ചോദിക്കണം എന്നില്ല. അയ്യോ. ഇല്ല പക്ഷെ ഓക്കെ. കുറെ സ്ഥലത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അല്ല പിന്നെ അതെ. നസ്ലിൻ ആ കുറെ കഴിഞ്ഞപ്പോ ക്യാരക്ടർ ഭയങ്കരമായിട്ട് പിടിച്ച പോലെ തോന്നി. അത് എന്താ എന്റെ സിനിമയിലെ എന്തായത് എന്റെ സിനിമയിലെ ഫേവറേറ്റ് സീൻ എന്ന് പറയുന്നത് ആ, സംഘവും നസ്ലിനും കൂടെയുള്ള ആ ആ ഫസ്റ്റ് സീക്വൻസ് അല്ലേ, പടം ബേസ് കണ്ടതിന് ശേഷമുള്ള. അതിൽ ഓക്കെ. കൂടുതൽ ഞാൻ പറയുന്നില്ല. അതൊരു അതൊരു ഫസ്റ്റ് ആക്ച്വലി ഓഫ് നല്ല ഇറ്റ്സ് കൈൻഡ് സീനായിരുന്നു. സീനാണ് അത്. ഷോർട്ട് യെസ് ഫിലിം യെസ്. ഫെസ്റ്റിവലിന്റെ സീനും. അല്ല അല്ല അത് അല്ലല്ല കഴിഞ്ഞിട്ടുള്ളത്. വീട്ടില് വീട്ടിൽ വിളിച്ചിട്ട് വെച്ചിട്ട് പടം കാണാൻ പുള്ളി പറയുന്നത്. ചെയ്യുന്ന പടം കാണാൻ പടം പറയുന്നത്. ഒന്ന് വന്ന് കാണാൻ ആ പറയുമല്ലോ. ഓക്കെ 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 ഓക്കെ. അത് കണ്ടായിരുന്നോ അടിപൊളി പടം? സീനായിരുന്നു. അത് ആ, നീ കണ്ടോ? ഞാൻ ചുമ്മാ കണ്ട് ഇവര് തമ്മില് കൊറേ സീനുണ്ടല്ലോ. ഇതിലിപ്പോ ഏതാണ് അറിയണ്ടേ? ഇവര് അല്ലല്ല ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനുണ്ട്, ഇവര് തിയേറ്ററിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്, കാമുകിയായിട്ടിരുന്നിട്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു പറയുന്ന സീനുണ്ട്. ആരോടോ ഇവൻ കഥ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തിയേറ്ററിലോ? അത് തിയേറ്ററിലല്ല, മറ്റേ എവിടെയോ സ്ഥലം ഹാപ്പിയില് മറ്റേ പുള്ളി ഓഡിറ്റോറിയം. പറയില്ലേ ഒരുപാട് സീനുണ്ടല്ലോ എന്ന് പറയുന്നത്. കണ്ടളിയാ, കണ്ട് ഞാൻ കഥ കണ്ടു സിനിമ കണ്ടു എന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഓരോന്ന് പറഞ്ഞ് അവസാനം സ്പോയിലറായി മറ്റവന്റെ ഇടിയൊക്കെ കിട്ടും. നിങ്ങൾക്കൊക്കെ കിട്ടും, എല്ലാവർക്കും കിട്ടും. വേണോ ഇല്ല വേണ്ട ഞാൻ വേണ്ട പറയട്ടെ? ഇന്റർവെൽ പോയിന്റ് എന്താന്ന് പറയട്ടെ? ഇന്റർവെൽ വേണ്ട പോയിന്റ് എന്താന്ന് പറയട്ടെ? വേണ്ട വേണമെങ്കിൽ വേണ്ട 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 പറയണ്ട വേണ്ട പറയണ്ട വേണ്ട പറയണ്ട വേണ്ട പറയണ്ട ആ പറയണ്ട. ആ ആ, അത് നല്ലൊരു നമ്പറായിരുന്നു. എനിക്ക് ഹർത്തായി. കണ്ട് നല്ലതായിരുന്നു. സംഗീതം നല്ലതായിരുന്നു. വിനീതേട്ടന് ഭയങ്കര രസമുണ്ടായിരുന്നു ആക്ച്വലി. ബേസിലായിട്ട് ഇല്ല അടിപൊളിയായിരുന്നു. ബേസി ബേസി നീ കുഴപ്പമില്ല. ഓക്കെ. ഓടാണ്. നല്ലൊരു കാര്യം പറയും. ഇല്ല നിങ്ങൾ വിനീതേട്ടന്റെ ലാസ്റ്റ് സീനായിരുന്നു ഏറ്റവും കിടിലം. കിടിലം. തിയേറ്റർ പോലും മറന്നുപോയ സീൻ. ആളില്ലല്ലോ എന്ന് ഫാൻസി. ഉറപ്പിക്കാവുന്നതെന്ന് എനിക്ക് അതാണ് ഏറ്റവും വന്ന് അതെ എന്റെ ചെവിയിൽ വന്നിട്ട് പേടിക്കണ്ട ആളില്ലല്ലോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഉറപ്പിക്കാതെ തന്നെ. അല്ല നസ്ലിനെ വിനീതിന്റെ നമ്മൾ പാരന്റ് അത്രയും ആയിരിക്കും അത്രയും അല്ലേ? പറയാൻ പാടുണ്ടോ നമ്മളിപ്പം? ഇല്ല അതൊന്നും കുഴപ്പമില്ലാത്ത പറഞ്ഞാൽ ഇപ്പൊ എന്താ കുഴപ്പം? അതെ. ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ മനസ്സിലാവില്ല. നിങ്ങൾ അഭിനവിനെ പോലെ സംസാരിക്കല്ലേ ഉണ്ട് വിനീതേട്ടൻ. അല്ല എന്നാലും ഇനിയിപ്പോ എന്തായാലും കുഴപ്പമില്ല. ഒത്തിരി ഒത്തിരി പേര് കണ്ടവരുണ്ട്. ഇനിയും കാണാത്തവരെന്തായാലും പോയി കാണട്ടോ. ഈ ഈ അതെ ഈ എന്തായാലും അത് വിനീതേട്ട ഒന്ന് മൊത്തത്തിലൊന്ന് അതിന്റെ ഒരു ക്ലോഷർ ഒന്ന് ഒഫീഷ്യൽ ഒരു ഫോർമൽ സ്ഥാനത്തിലേക്കൊന്ന് മുതിർന്ന ഒരാളെന്ന കൊടുക്കാം. നിലയ്ക്ക് അതെ അതൊന്ന് പറയൂ. ഞങ്ങള് 3 പേര് പറഞ്ഞു കഴിഞ്ഞാലും പാളും. ഇതിലൊക്കെ ഒരു പരിചയവും എക്സ്പീരിയൻസും പക്വതയൊക്കെ ഉള്ള ആളാണെന്നുള്ള നിലയിൽ അതെ. എടാ 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 ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ ആയി. എനിക്ക് പ്രായമായി എന്ന് പറയാണ്ട് പറയല്ല നീ എടാ ഞാൻ ബേസി. പറയട്ടെ, ഇവിടെ എല്ലാരും ഇല്ലില്ല. ഒന്ന് ഫോർമൽ ഡ്രസ് ഇട്ട് അവിടെ ഫ്ലാഷിന്റെ ബനിയനൊക്കെ ഇട്ടിട്ട് എടാ പെട്ടെന്ന് കിട്ടിയ ഒരു സാധനം എടുത്തിട്ടതാ ഞാൻ ഞാൻ കുളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ടെന്നീസ് കളിക്കാൻ പോകുന്നവരുണ്ടല്ലേ. നാളെ വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പിന് പോകാനിരിക്കുന്നവരുണ്ട്. ഇല്ലല്ല നീ നന്നായിട്ടുണ്ട്. ഉം. എനിക്ക് കമന്റ്സും ഇതൊന്നും വായിക്കാൻ പറ്റാത്തതിലുള്ള വിഷമം ഭയങ്കരമായിട്ടുണ്ട്. കുറെ കാലത്തിന് ശേഷം ഒരു ഫ്രസ്ട്രേഷൻ ലൈവിൽ ഉണ്ട്. കുറെ കയറിയിട്ട് കാലത്തിന് ശേഷം ഇൻസ്റ്റാഗ്രാം ലൈവിൽ വന്നിട്ട് ഇതൊന്നും കാണാൻ പറ്റാത്തതിലുള്ള ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. അതിന്റെ ഞാനും അമർഷ നസ്ലിനോട് രേഖപ്പെടുത്തുന്നു. നിനക്ക് പണി അറിയാത്തതുകൊണ്ടാണ് ഇതൊക്കെ. മോഡറേറ്റർക്ക് പണി അറിയില്ല, അതാണ് ഇത് ഞാൻ പല പല പരിപാടി നോക്കി. ഞാൻ മാറ്റാനൊക്കെ നോക്കി മോഡറേറ്റർ ഏതെങ്കിലും സ്വിച്ച് ഒക്കെ എടുത്ത് സംഗീതനൊക്കെ വെച്ചിട്ട്. ഞെക്ക്.
പറ്റുന്നില്ല അത്. ഇനിയിപ്പോ എന്തായാലും കഴിയാനായല്ലോ. ഇവിടെ ഒരു അതൊന്നും 3 ഡോട്ട് ഉണ്ട്. ഓ, അതിലൊന്നുമില്ല. ഇത് അല്ല, റിപ്പോർട്ട് മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. ഒത്തിരി പേര് ഇതേപോലെ ഹായ് തരുമോ, ഇതൊക്കെ സെയിം ചോദ്യങ്ങളൊക്കെ സംഘം ഇടയ്ക്ക് തന്നെയാ. ഫിൽറ്റർ വല്ലോ കേട്ടോ. ഞാൻ ഇതിലൊരു എനക്കൊന്ന് പാട്ട് എന്തോ ചെയ്യാൻ നോക്കിയതാ. ഞാൻ ഫിൽറ്റർ എന്ന ഓപ്ഷൻ നോക്കി. അതിൽ നോക്കുമ്പോ കുറച്ച് കടുപ്പായിരിക്കും. ഫിൽറ്ററിലൊക്കെ കയറി പോയാൽ എന്റെ പൊന്നളിയാ നമ്മള് അതൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ വരും. വേണ്ട വേണ്ട, ഫിൽറ്റർ വേണ്ട. അത് ഓഫാക്കി ഫിൽറ്റർ ഓഫ്. എല്ലാവർക്കും വേണ്ടത്, പിന്നുള്ളത് ഒത്തിരി പേർക്ക് വേണ്ടത് ക്യാമറ റിവേഴ്സ് ഇതാണ്, ചെയ്യാൻ. ഹായ് ആണ് വേണ്ടത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹായ് പറഞ്ഞു എല്ലാ കൊടുത്താലും ഹാപ്പി ആയിരിക്കും, അല്ലെ? ഹായ് എല്ലാവർക്കും ഹായ്. ഹായ്. മോളിവുഡ് ടൈംസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ പോയിട്ട് കാണുക. ഉം. അപ്പോ ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അഭി ഒരു സ്ഥലത്ത് അത് പറയുകയും ചെയ്തു. ഇത് റീവാച്ചില് വേറൊരു രീതിയിൽ കിട്ടും അതെ, ആൾക്കാർക്ക്. അതെ 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 അത് അതെ, നമ്മുടെ തീർച്ചയായിട്ടും. നമുക്ക് ഗ്രോ ചെയ്യുന്ന സിനിമയാണ്. ഉം, ഉം. അത് അതെ അതെ ആ അതെ. ഒരു ക്വാളിറ്റി ഉണ്ട് ഇത് മോളിവുഡ് ടൈംസിന്. പോകുന്തോറും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സിനിമയായിട്ടും ഫീൽ അതെ അതെ ചെയ്യുന്നുണ്ട്. അപ്പൊ ലോങ് അതെ ടേം ആയിരിക്കും. നല്ല ലോങ് ടൈം. എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതെ അവൻ ഈ അതെ പറയുന്ന ഭയങ്കര ടെക്നിക്കാലിറ്റിയിലാണെങ്കിലും റൈറ്റിംഗിലാണെങ്കിലും അതെ ഒക്കെ കുറച്ചധികം പണിയെടുത്തിട്ടുണ്ട്. എല്ലാ ഉം. ടെക്നീഷ്യൻസും ഇൻക്ലൂഡിങ് ആക്ടേഴ്സ്. ഇപ്പൊ ആ നസ്രീൻ ഇല്ല ആണെങ്കിലും ഇല്ല ഇല്ല. സംഗീത് ആണെങ്കിലും എല്ലാവരും ഉണ്ട്. മൊത്തത്തിൽ അതെ 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 അതെ. ആ എഫേർട്ട് എന്തായാലും അത് ലോങ് ടേമിൽ അത് എപ്പോഴും നിലനിൽക്കും എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു. വെൽ ഷോട്ട് ആണ് അപ്പൊ പടം. വെൽ ഷോട്ട് അതെ ഫിലിമാണ്. വിഷ്വന്റെ സിനിമാറ്റോഗ്രഫി ഒക്കെ ഭയങ്കര അതെ രസമായിട്ടുണ്ട്. അതെ അതെ അതിലെ കളേഴ്സും ഫ്രെയിമുകളും ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ലൈക്ക് അതെ ബ്രില്യന്റ്. ആർട്ടും ടെക്നിക്കലി ഒന്നും ആർട്ടും പറയാനില്ല. ആർട്ടും ഒത്തിരി ഭയങ്കര അതെ ആക്ച്വലി നല്ല പോലെ ആർട്ട് വർക്കും ഭയങ്കര രസമുണ്ട്. ജെയ്ക് അതെ സേട്ടൻ ഓൾസോ, അതെ വിഷ്ണു അതെ ഗോവിന്ദ്, കണ്ടോ? ഉം. വിഷ്ണു ചേട്ടൻ, അതെ എല്ലാവരും ഉം. ടെക്നിക്കലി ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് എനിക്ക്. ഞാൻ അതെ എന്റെ അതെ സിനിമനെ തന്നെ ഇതാക്കി പറയുന്നതല്ല, പക്ഷെ എല്ലാവരും ഭയങ്കര അവരുടെ 100% ഇട്ടിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതെ 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 എനിക്കും പ്രേക്ഷകരോടും പറയാനുള്ളത് ഇതൊരു OTT-യിൽ വന്നിട്ട് അയ്യോ ഇത് തിയേറ്ററിൽ മിസ്സായി പോയല്ലോ എന്നുള്ള ഒരു ഫീല് വരാതിരിക്കാൻ തിയേറ്ററിൽ തന്നെ ഈ സിനിമ എന്തായാലും കാണാൻ മാക്സിമം ശ്രമിക്കുക അതെ എന്നുള്ളതാണ്. നല്ല ജെന്യൂൻ ആയിട്ടുള്ള എഫേർട്ട് ഉണ്ട്. അതിലൊരു സംശയമില്ല. അതിൽ നോ ഡൗട്ട് അബൌട്ട്. അപ്പൊ അതെന്തായാലും തിയേറ്ററിലും പേ ഓഫ് ചെയ്യും. പിന്നീടും ഒക്കെ അത് പേ ഓഫ് ചെയ്യേണ്ടത് തന്നെയാണ്. എന്തായാലും ലോങ് ടേം ഡിസ്കസ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഉറപ്പായിട്ടും. ഒരു സംശയമില്ല. എന്തായാലും പിന്നെ കുറെ പേർക്ക് പിന്നെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയങ്ങള് എനിക്ക് തോന്നുന്നു അബീനെ പോലെ ഒരു ഫിലിം മേക്കർ ആയതുകൊണ്ടാണ് പല കാര്യങ്ങളും ഈ ബോൾഡായിട്ട് സിനിമയില് അതെ പറഞ്ഞേക്കുന്നത്. വന്നിട്ടുള്ളത്. അതെ 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 അതെ. അപ്പോ ആ, അത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ല അതെ ശരിക്കും. ഉം, യെസ്. ഉം. അതെ ഡയറിങ് ആയിട്ടുള്ള അതെ ഡയറിങ് ആണ്. അതെ ഇതൊക്കെ എങ്ങനെ നമ്മളാരും പറയില്ല. അഭിയാണെല്ലാം പറഞ്ഞേക്കുന്നത്. അതെ നമ്മളിതിന്റെ പകുതി. അവനായതുകൊണ്ട് എല്ലാം പറയും. എല്ലാം അതെ പറ്റിക്കും പറയും. സ്പർശനേ പാവം. കൊടുക്കാൻ പറ്റൂല. അതെ അല്ല അത്രയും അത്രയും ഒഡാസിറ്റിയോട് കൂടിയിട്ട് ഒരു ഫിലിം മേക്കർ ഒരു പടം ചെയ്യുമ്പോ അത് എല്ലാരും ആ പടം തിയേറ്ററിൽ തന്നെ കണ്ട് എൻജോയ് ചെയ്യട്ടെ. അത് അതെ അതെ. അതെ ഓ അത്രയൊക്കെ ഉള്ളൂ അല്ലേ നമുക്ക് അതെ അതെ പറയാൻ. Yeah. അപ്പൊ എല്ലാരും വന്ന് കാണുക യെസ്. എന്തായാലും. അതിന്റെ ഒരു ആ സംഗീതം പോയി. സംഘ് പോയി. അത് ശരി. അഭി തിരിച്ചു കയറുവോ? ഞാൻ അവസാന ഇതൊന്ന് 2 ആഡ് ചെയ്ത് നോക്കാം. അവസാന 2 വാക്കുകൾ സംവിധായകൻ. ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. ആ ഓ ഏ അഭി ഞങ്ങള് കഥ പറഞ്ഞിട്ടില്ല. ഓഡാസിറ്റി Audacity. ഞങ്ങള് കഥ പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടു. അവനവിടെ ഇരുന്ന് കേൾക്കായിരുന്നു. ഇങ്ങനെ കഥ പറയുന്നുണ്ടോ എന്ന് അല്ല നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ലതല്ലേ, കുറച്ച് ഇപ്പൊ ആൾക്കാർ അറിഞ്ഞോട്ടെ എന്തെങ്കിലുമൊക്കെ അല്ലേ. കുറച്ച് റിവീൽ ചെയ്യാൻ ടൈം ആയില്ലേ. കണ്ടോ? ഇല്ല വേണ്ട എന്നാ വേണ്ട. എന്റെ ആ അത് എന്റെ വേണ്ട സ്പോയിലർ ഞാൻ അത് വേണ്ട അത് 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 പറയുമ്പോ മെയിൻ സാധനം തന്നെ. അതെ നൈസായിട്ട്. കുറച്ച് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞപ്പോ നീ അത് പറയാതിരുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഏതാ? എന്റെ അടുത്ത് ഇതുവരെ ഞാൻ പക്ഷെ അത് വേറൊരു രീതിയിൽ ഞാൻ അറിഞ്ഞായിരുന്നു അത് അറിഞ്ഞു, അങ്ങനെ കണ്ടു, സംഭവിക്കുന്നു. എനിക്കറിയാം. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. പിന്നെ ഞാൻ തിയേറ്ററിൽ വന്നപ്പോഴാണ് ഇങ്ങനെയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തിയേറ്ററിൽ വന്നപ്പോഴാണ് അതായത് ഈ സിനിമയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്.
സിനിമ ലൊക്കേഷനിൽ ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ആളുകളുടെ അതേ അവസ്ഥ സിനിമയ്ക്ക് അകത്തും പറയുന്നുണ്ട്. അതായത് മെച്ച ഇതിന്റെ ആരും സ്ക്രിപ്റ്റ് പ്രൊഡ്യൂസർ ആരും പോലും വായിക്കാൻ പാടില്ല, ആർക്കും അറിയാൻ പാടില്ല. ആരും അറിയാൻ പാടില്ല. അതാ സിനിമ കണ്ടോണ്ടിരുന്നപ്പോ അതെനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. അതെ. ചുമ്മാതല്ല, ഒന്നും ഒന്നും പറയാത്ത കഥ പോയിട്ട് ഒന്നും പറയുന്നില്ല, ക്യാരക്ടർ എന്താന്ന് പോലും പറയുന്നില്ല. വരുന്നു, ചെയ്യുന്നു, പോകുന്നു, ഓക്കെ ബൈ. പക്ഷെ അത് എല്ലാരും കഴിഞ്ഞിട്ട് പടം എന്താ എല്ലാരും നടക്കുന്നൊന്നും അറിയുന്നില്ല. എല്ലാരും പടം തിയേറ്ററിൽ കാണണം, തിയേറ്ററിൽ കാണണം. കാരണം ഇത് ലൈവ് കാണുന്ന ആൾക്കാരുടെ അടുത്ത് പറയാണ്, കാരണം ഇത് തിയേറ്ററിന് വേണ്ടി ഡിസൈൻ പേടിപ്പിക്കല് ചെയ്ത മെല്ലെ, പടമാണ്. മയത്തി പേടിപ്പിക്കല് ഒരു നീ പേടിപ്പിക്കല്. ഒന്ന് മയത്തിൽ പറയുന്നത് ഈ വിരലൊക്കെ ചൂണ്ടിയിട്ട് മറ്റേ വാക്കസ്ത എന്ന് പറയുന്ന പോലെ അല്ല ഇത് പറയുന്നത്. അതാ ഞാൻ ഒന്നും മിണ്ടത്തില്ല, അതായിരിക്കും നല്ലത്. എന്താ ബി? റിലാക്സ്, ടേക്ക് ഇറ്റ് ഈസി. ഞാൻ റിലാക്സ്ഡ് ആണ്, പക്ഷെ കാണുമ്പോ അങ്ങനെ തോന്നുന്നില്ല അല്ലേ. അബി അതാണ് ഇങ്ങനെ പറ, ഇങ്ങനെ പറ, എല്ലാരും ഇൻവൈറ്റ് ചെയ്യും തിയേറ്ററിലേക്ക്. ആ രണ്ട് കൈ അങ്ങനെ വെച്ച് എങ്ങനെ മൊബൈൽ പിടിക്കും. ഓ ശരിയാണോ? ലോജിക് ലോജിക്. അപ്പൊ എങ്ങനെയെങ്കിലും പറ, എങ്ങനെയെങ്കിലും പറ. അതിന്റെ ഒരു അല്ലെങ്കിൽ ഫൈനൽ പറയട്ടെ. ക്ലോഷർ ഡയറക്ടറിനെ അപ്പൊ കൊടുത്തിട്ട് നമുക്ക് അപ്പൊ ബൈ യെസ് പറഞ്ഞ് യെസ്. പിരിയാം. ഞാൻ അല്ല ഒന്നുമില്ല, പടം നന്നായി വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാരും നല്ല കുറെ മെസ്സേജസും കുറെ ഫീഡ്ബാക്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പം പടം തിയേറ്ററിൽ കാണുമ്പോഴുള്ള ഇമ്പാക്ട് വേറെ തന്നെ ആയിരിക്കും. അത് ശരിക്കും ഇത് വെറുതെ പറയുന്നതല്ല, ആക്ച്വലി തിയേറ്ററിന് വേണ്ടി ഡിസൈൻ ചെയ്ത പടമാണ്. ആ ഒരു കമ്മ്യൂണൽ വ്യൂയിങ്ങിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത പടമാണ്. വിഷ്വലി ആണെങ്കിലും സൗണ്ട് ഡിസൈൻ ആണെങ്കിലും അതിന്റെ മ്യൂസിക് ആണെങ്കിലും എല്ലാം ഇത് ബിഗ് സ്ക്രീനിൽ കാണുന്നതിന് പക്ഷെ മാക്സിമം ട്രൈ ചെയ്യും. അപ്പം തിയേറ്ററിൽ കണ്ടാൽ ബെസ്റ്റ് ഇമ്പാക്ട് കിട്ടും. ഓക്കെ, ഇനി ഈ പരിപാടിയുടെ അവസാന 2 വാക്കുകൾ പറയാനായിട്ട് കമ്മിറ്റിയുടെ ഉത്സവ കമ്മിറ്റിയും നടത്തിപ്പുകാരും ചെയർമാനുമായ നസ്ലിനെ വേണ്ടി നസ്ലിന് യെസ്. ഇല്ല, ഒത്തിരി മറ്റേ ഒത്തിരി ഹാപ്പിയാണ് ഗാനമേളയൊക്കെ നടത്തുന്ന ആളെ പോലെ അതെ ഉണ്ട് നസ്ലിനും. അതെ ഫുൾ ഓൾ ഇൻ കോർഡിനേറ്റർ ഓൾ കോർഡിനേറ്റർ. ഇല്ല, ഇത് ഒത്തിരി ഒത്തിരി ഹാപ്പിയാണ് ഈ മൊമെന്റില്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഏഹ്, എന്താ ഇട്ട എഫേർട്ടിനുള്ള റിസൾട്ട്സ് കിട്ടിത്തുടങ്ങുന്നുണ്ട് ഓൾറെഡി. അല്ലെങ്കിൽ പ്രേക്ഷകരിൽ നിന്നാണെങ്കിലും ഒത്തിരി സിനിമയിലുള്ള ഒത്തിരി പേരാണെങ്കിലും വിളിച്ച് നല്ല അഭിപ്രായവും അല്ലെങ്കിൽ മൊത്തത്തിൽ സിനിമ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പറയുന്നുണ്ട്. അപ്പൊ ആ എഫേർട്ട് പേ ഓഫ് ആവുന്നുണ്ട് എന്നുള്ളതില് ഭയങ്കര ഹാപ്പിയാണ്. ഇനി അത് ഒത്തിരി ആളുകളിലേക്ക് സിനിമ എത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പൊ കുറച്ചുകൂടി ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആവും. അപ്പോ അതൊക്കെ തന്നെ ഉള്ളൂ പറയാൻ, അല്ലേ? ഇത് അങ്ങനെ ഇത് തിയേറ്ററിൽ കാണുന്ന ഒരു മെമ്മറി ആയിരിക്കും എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു. ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ആക്ച്വലി പറയാ രണ്ടാമത് ഒന്നുകൂടി കണ്ടാൽ കുറച്ചുകൂടി ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ തമാശയല്ല, ഇത് അതാ ഞാൻ എന്റെ അത് പടമായതുകൊണ്ട് പറയില്ല. ഇത് വിനീതേട്ടൻ പറഞ്ഞു കുറച്ച് ഇതിന് ഡെൻസ് മുമ്പ്. ആണ്, ഈ പടം കുറച്ച് ഡെൻസ് ആണ്. അതെ, അപ്പം കുറെ ഡീറ്റെയിൽസ് ഗ്രോ ആക്ച്വലി ചെയ്യുന്ന. ഫസ്റ്റ് വ്യൂവിലും കിട്ടില്ല. അപ്പം അത് നിങ്ങൾക്ക് സെക്കൻഡ് വ്യൂവിൽ വീണ്ടും ഇത് കൂടുതൽ ഇഷ്ടപ്പെടുള്ളൂ. ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് രണ്ടാമത് കണ്ടാൽ വീണ്ടും ഇഷ്ടപ്പെടും, കൂടുതൽ ഇഷ്ടപ്പെടും. അങ്ങനത്തെ സിനിമയാണ്, ഞാൻ ഞാൻ ഗ്യാരണ്ടി പറയാം. അത് അബി അന്ന് ഞാൻ വീട്ടിൽ നിന്ന് കണ്ട സമയത്തുള്ള ഫീൽ അല്ലേ ഞാൻ ഇപ്രാവശ്യം കണ്ടപ്പോ. ഇപ്പൊ നസ്ലിന്റെ ഫ്രണ്ടിന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ സുജി, സുജിയുടെ ക്യാരക്ടർ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് ഇന്ന് ഞാൻ കണ്ടപ്പോഴാണ്. അപ്പോ ലെയേഴ്സ് സിനിമയ്ക്ക് ഉള്ളതുകൊണ്ട് ആ ഒരു സംഗതി ഉണ്ട്, നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അത് മാത്രല്ല, ഇതൊരു ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക്, ഇത് ഈ സിനിമയുടെ കഥയിൽ ബൈൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇതൊരു ഭയങ്കര ഒരു മെമ്മറി ആയിരിക്കും. കുറെ കാലം കഴിഞ്ഞാൽ ഓർക്കാൻ പറ്റുന്ന ഒരു മെമ്മറി ആയിരിക്കും. ഇത് തിയേറ്ററിൽ പോയി, ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതൊരു ഓർക്കാൻ പറ്റുന്ന ഒരു മെമ്മറി ആയിരിക്കും. അതെനിക്ക് ഉറപ്പാണ്. അത് ഇനി അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എല്ലാവരുടെ കാര്യമല്ല പറയുന്നുണ്ടോ, ഈ സിനിമയുടെ കഥയിൽ കംപ്ലീറ്റ് ആയിട്ട് ബൈൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ഒരു വലിയ വിഭാഗത്തിന് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു വലിയ വിഭാഗത്തിന് ഈ കഥ കണക്ട് ചെയ്യാൻ പറ്റും. ആ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അതൊരു ഭയങ്കര മെമ്മറി ആയിരിക്കും. ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അത് മിസ്സാവരുതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. എന്റെ പടമായിട്ട് പറയല്ല, ഇതില് ആ കഥയിൽ ആ സാധനം ഉണ്ട്, ആ ഒരു ഐറ്റം ഉണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കട്ടായോ? ഇല്ല ഇല്ല, എനിക്ക് ഒരു കോള് വന്നപ്പോ കോർഡിനേറ്ററിന്റെ ചെറിയൊരു പിഴവ്, ടെക്നിക്കൽ ഗ്ലിച്ച് വന്നപ്പോ. ഇതിന് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ദേഷ്യം വരും ചില സാധനങ്ങൾ കാണുമ്പോൾ, ചില ആൾക്കാർ അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്.
പടം ഇഷ്ടപ്പെടാത്ത ഒരു ചെറിയ ഇഷ്ടപ്പെടാത്തല്ല അവർക്ക് അത് പെർസെന്റേജ് ഉണ്ട്. ചിലപ്പോൾ ചില അത് പക്ഷെ ആൾക്കാർക്ക് ദേഷ്യം വരും. അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. എല്ലാവർക്കും ദഹിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പടവും അല്ല. അപ്പോ പക്ഷെ അത് കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു അപ്രീസിയേഷൻ കിട്ടുമ്പോ തന്നെ അത് ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനത്തെ ഒരു റിസീവ് കിട്ടുമ്പോ തന്നെ അത് ഭയങ്കര ഹാപ്പിയാണ്. ഈ ഇഷ്ടപ്പെടാത്തവരോട് ഒന്നും സോറി, ഇനി അടുത്ത സിനിമകളിലൊക്കെ ആയിട്ട് അല്ലെ. ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ കുറവാട്ടോ ആക്ച്വലി. കമ്പയർ ടു മുകുന്ദനുണ്ണി കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര കുറവാണ്. മുകുന്ദനുണ്ണിക്ക് ലൈക് 50% ആൾക്കാർ ഇഷ്ടപ്പെടാത്ത പറയുന്നത് 50% വ്യൂവേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ആംഗിളാണ്. മുകുന്ദനുണ്ണിയുടെ സമയത്ത് നമ്മള് പക്ഷെ അതും എക്സ്പെക്ടഡ് ആയിരുന്നല്ലോ. അതും എക്സ്പെക്ടഡ്. പക്ഷെ ഞാൻ പറയുന്നത് അത് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല. അപ്പം പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു വലിയൊരു വിഭാഗം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം എനിക്ക് വരുന്ന മെസ്സേജസും എനിക്ക് വരുന്ന കോൾസും ഒക്കെ അങ്ങനെയാണ്. സിനിമയിലുള്ളവർക്ക് മാത്രമല്ല, സിനിമ അല്ലാതെ തന്നെ വേറെ പല മേഖലകളിലുള്ളവർക്ക് പല രീതിയിൽ ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് നിന്നിട്ട് അത് അവർക്ക് അതിൽ സക്സസ്ഫുൾ ആവാൻ പറ്റാതെ പോകുന്ന, അല്ലെങ്കിൽ ഈ നമ്മളുടെ സിനിമയിൽ തന്നെ പറയുന്ന പോലെ പരാജയപ്പെട്ടവരാണല്ലോ കൂടുതലും. അപ്പൊ അവരിലേക്ക് അതെ, ഈ ലോകത്തിൽ പരാജയപ്പെട്ടവരാണ് കൂടുതൽ. ആക്ച്വലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ആൻഡ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ പടം അധികം ഡൈജസ്റ്റ് ആവണമെന്നില്ല. ഇഫ് യു നോ വാട്ട് ഐ മീൻ. അപ്പം അത് അല്ല, സക്സസ്ഫുൾ ആവുന്ന ആൾക്കാരും പരാജയപ്പെട്ടതായിരിക്കുമല്ലോ. അല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും ലൈഫിൽ. എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും, ഒരു ജേർണി ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. ഫെയിലിയർ ടേസ്റ്റ് ചെയ്യാത്ത ആൾക്കാരില്ലല്ലോ. അല്ല ഞാൻ ഫെയിലിയർ അധികം. അതെ, മനസ്സിലായി. കൂടുതൽ പറയുന്നില്ല. ബാക്കിയവന്മാരോട് നേരിട്ട് പറയുന്നത് കാണിച്ചോടാന്നൊക്കെ. പെട്ടെന്ന് നസ്ലിന്റെ ക്യാരക്ടർ ഷിഫ്റ്റ് ആയി ഇങ്ങോട്ട്. വിനീത് മാധവൻ അതെ അതെ. ഇത് ഞാൻ ആ സാധനം വീണ്ടും അടിച്ച് മറ്റേ നസ്ലിൻ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു 3 മാസം? കുഴപ്പമില്ലല്ലോ അല്ലെ? അല്ല, അടിപൊളിയായിരുന്നു. ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. കുട്ടിക്കാനം ലൊക്കേഷൻസ് ആണെങ്കിലും ഭയങ്കര നല്ല രസമുള്ള. എനിക്ക് മൊത്തത്തിൽ എനിക്കൊരു ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഫീലായിരുന്നു എനിക്ക് ഈ സിനിമ. എല്ലാം കൊണ്ടും ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തായിരുന്നു. ഓഡിയൻസും എൻജോയ് ചെയ്യട്ടെ. ഓഡിയൻസും വരട്ടെ, തിയേറ്ററിലേക്ക് വരട്ടെ ഓഡിയൻസ്. അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ആക്ച്വലി പടം തിയേറ്ററിൽ വന്ന ഓഡിയൻസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഏകദേശം 1 മണിക്കൂറായി ആൾക്കാരെ ഇങ്ങനെ. ആൾക്കാരൊക്കെ കുറെ പോയി തോന്നല്ലേ? നമുക്ക് കട്ട് ചെയ്യാം. ആൾക്കാരൊക്കെ പോയി യു നെവർ നോ. ഇത് ലൈവിൽ ഉണ്ടായിരുന്ന ആളെന്റെ പകുതി വെച്ച് നൈസായിട്ട് റേഞ്ച് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ. അപ്പൊ എല്ലാവരോടും ലാസ്റ്റ് ആയിട്ടും ഇനി സിനിമ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ എല്ലാവരും ഇതുവരെ കണ്ട എല്ലാവരോടും ഒത്തിരി നന്ദി. അഭിപ്രായങ്ങൾ അറിയിച്ചവർക്കും ഒത്തിരി താങ്ക് യു. അപ്പോ ഇനിയും ഇതേപോലുള്ള നിങ്ങളുടെ ഈ അപ്രീസിയേഷൻസ് ആണ് ഇതേപോലെ സിനിമകൾ, ഇതേപോലെ പുതിയ കോണ്ടന്റുകൾ നമുക്ക് ചെയ്യാൻ ഇത് തരുന്നത്. അപ്പോ എല്ലാവരോടും വൺസ് അഗൈൻ താങ്ക് യു ഓൾ. താങ്ക് യു. യെസ്, എല്ലാവർക്കും അപ്പോ താങ്ക് യു. നിങ്ങളോടും എല്ലാവരോടും താങ്ക് യു. ബൈ. ബൈ.